ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു മോർണിംഗ് വീഡിയോ ആണ്. രാവിലെ 5 മണിക്കാണ് നീക്കുന്നത്. ആ ഒരു ടൈമിൽ നീറ്റ് കഴിഞ്ഞാലാണ് എൻ്റെ വർക്കുകളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് കഴിയുള്ളൂ. മോന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവനക്കൊരു 7:30 ആകുമ്പോഴത്തേനും ഓട്ടോ വരും. അതുപോലെ തന്നെ ഹസ്ബൻഡിന് രാവിലെ 8 മണിയാകുമ്പോഴത്തേനും പോകണം. ആൾ ലഞ്ച് കൊണ്ടുപോകും. അപ്പോൾ അത് രാവിലെ തന്നെ ലഞ്ച് ഉണ്ടാക്കണം, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നേരത്തെ നീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാണ്. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് അറ്റ് ഹോമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു 5-6 വർഷം മുന്നാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടങ്ങുന്ന സമയത്ത് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ എംബ്രോയിഡറി, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന 5-6 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെയാണ് അത് നിർത്തിയിട്ട് പിന്നെ കുറേ ഗ്യാപ്പ് എടുത്തു. പിന്നെ എൻ്റെ ഷോർട്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടൊന്നും ഷോർട്സ് ഒന്നും ഇടാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഷോർട്സുകളാണ് ഇടാറുള്ളത്. പിന്നെയാണ് ഒരു മോട്ടിവേഷണൽ ചാനലാക്കിയിട്ടത് മാറ്റിയത്. അപ്പോൾ ഞാൻ അത് എഴുതിയും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ജേണലായിരുന്നു. ഞാൻ ജേണലിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജേണൽ അല്ലെങ്കിൽ ഒരു പ്ലാനർ ഉള്ളത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടിപ്സ് ട്രിക്സൊക്കെയാണ് ഞാൻ ഈ പല വീഡിയോസുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2022 മുതലാണ് ഞാൻ ജേണൽ അല്ലെങ്കിൽ പ്ലാനർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ ഗോളുകൾ, എൻ്റെ ഡ്രീമുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രോപ്പറായിട്ട് ഒന്നും ആയിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിൽ നമ്മൾ നൂല് കട്ട പിടിച്ച് നടക്കുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി ഒരു ഇതായിട്ടായിരുന്നു കടന്നുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൽ നിന്നാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2022 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം എൻ്റെ കരിയറിനെ കുറിച്ചിട്ടായിരുന്നു. ഒരു പുതിയ സ്കില്ല് പഠിക്കണം, പിന്നെ ജോലി മേടിക്കണം, പിന്നെ ഡ്രൈവിങ് പഠിക്കണം, പിന്നെ എൻ്റെ ക്യാരക്ടേഴ്സിൽ കുറച്ച് മാറ്റം വരുത്തണം. ഞാൻ പെട്ടെന്ന് കരയും, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ തുടങ്ങി. അതിൽ ആ എഴുതി വെച്ച കാര്യങ്ങളിൽ എന്തൊക്കെ ഞാൻ ഡെയിലി ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇന്ന് 2026 അന്ന് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാം ഞാൻ ഇന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഡ്രൈവിങ് പഠിച്ചു, എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് 4 വീലറിൽ. പിന്നെ ക്യാരക്ടറിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടിപ്സുകളും ട്രിക്സുകളാണ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ആദ്യം ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുക. പിന്നെ നോക്കുമ്പോൾ അതൊരു വലിയൊരു ചേഞ്ചസ് ആയിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത്ര വലിയ ചേഞ്ചസ് ആയിട്ട് മാറുന്നത്. ആദ്യം തന്നെ വലിയൊരു ചേഞ്ചസ് വേണമെന്ന് വിചാരിക്കരുത്. ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കിയാൽ തന്നെ പിന്നെ നോക്കുമ്പോൾ അതൊരു വലിയൊരു ചേഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറയുന്നത് ഈ ചെറിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ചിട്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയൊരു മാറ്റമായിട്ട് മാറും എന്നുള്ളത് ആ ബുക്കിൽ പറയുന്നതാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം അതും എനിക്കൊരു മോട്ടിവേഷനായിരിക്കും. ഒരുപാട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടും നല്ല നല്ല ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു മോട്ടിവേഷനായിരിക്കും.
പിന്നെ ഈ ജേണലൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയിൽ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൃത്തിയില്ല. അപ്പോൾ ഞാൻ എഴുതാതിരിക്കൊന്നുമില്ല, ഞാൻ എഴുതും. എനിക്കത് ആരെയും കാണിക്കണം എന്നൊന്നും ഇല്ല. ഈ പ്ലാനർ അല്ലെങ്കിൽ ജേണൽ ആരെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എഴുതുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വൃത്തിക്ക് എഴുതിയാൽ മതി. ചിലവർക്ക് കൂടുതൽ ഡെക്കറേറ്റീവായിട്ട് എഴുതുന്നവരുണ്ട്, എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഓക്കെ. പിന്നെ ഈ ജേണലിങ്, പ്ലാനിങ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം. ഇതുവരെ പ്ലാനർ ഉണ്ടാക്കിയിട്ടില്ല, ജേണൽ എഴുതിയിട്ടില്ല, എൻ്റെ ഗോൾസുകൾ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കണം ഓഗസ്റ്റ് മന്തിന് വേണ്ടിയിട്ട് എന്നുള്ളതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ കറി ഉണ്ടാക്കുകയാണ്. രാവിലെ അപ്പമാണ്. അപ്പോൾ അപ്പത്തിന് ഉരുളക്കിഴങ്ങിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മഷ്റൂം കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മഷ്റൂം കറി ഹസ്ബൻഡിന് കൊണ്ടുപോകാനും പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും, ഹസ്ബൻഡിന് ലഞ്ചിന് കൊടുത്തയക്കാനും പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും. ഇത് ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട സിമ്പിളായിട്ടുള്ള കറിയാണ്, അപ്പത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വർക്കുകളൊക്കെ, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഞാൻ വേഗം അവസാനിപ്പിക്കും. രാവിലെ തന്നെ എൻ്റെ കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് അടിച്ചു വാരുക, പിന്നെ തിരുമ്പുക, അങ്ങനത്തെ പരിപാടികളൊക്കെ, അതും ഇവർ പോയതിന് ശേഷം പെട്ടെന്ന് ഇവർ പോയതും ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ രാവിലെ ഹസ്ബൻഡ് പോണതിൻ്റെ ഉള്ളിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ആ ഫുഡ് കഴിക്കൽ, ഫുഡ് ഉണ്ടാക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിയും. ഇവർ പോയ ഉടനെ തിരുമ്പുക, തുടയ്ക്കുക, പാത്രം കഴുകുന്ന പരിപാടിയൊക്കെ കഴിയും, പെട്ടെന്ന് തന്നെ തീർക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള വർക്കുകളിലേക്ക് എനിക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ആ ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ടോപ്പിക്സുകൾ പല വീഡിയോകളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കരിയറിൻ്റെ കാര്യം പറഞ്ഞു, ജോലി, അങ്ങനത്തെ നമുക്ക് ഗോളുകളൊക്കെ ഉണ്ട്. അതല്ലാതെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുണ്ട്. മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാലറി കിട്ടിയ ഉടനെ ചെയ്യേണ്ടത്, അങ്ങനെ പല ടോപ്പിക്കുകളെ കുറിച്ചിട്ടും ഇനി സംസാരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.